ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ജീവിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ആഗോളതലത്തിൽ അബുദാബി 2-ാം സ്ഥാനത്തും ദുബായ് 4-ാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. 6 ഭൂഖണ്ഡങ്ങളിൽ 65 നഗരങ്ങളിലെ 33,000-ത്തിലധികം പേരിൽ നടത്തിയ സർവേയിലാണ് അബുദാബി 2-ാമതെത്തിയത്. 91% സ്കോറുമായി ദുബായ് 4-ാം സ്ഥാനത്തുമുണ്ട്. യുഎഇയിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ താമസക്കാരെ സഹായിക്കുന്നതിനായി യുഎഇ ഇപ്പോൾ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് കഠിനമായ ചൂടിൽ നിന്നും ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് പള്ളികളിലും പ്രത്യേകം തണൽ സ്ഥലങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ സംരംഭം ഇതിനകം തന്നെ പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഇത് വിപുലീകരിക്കുമെന്നാണ് പറയുന്നത്. ഗാസയിലേക്ക് പോയ യുഎഇ ട്രക്കുകൾ കൊള്ളയടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സഹായ വസ്തുക്കളുമായി യുഎഇ അയച്ച ട്രക്കുകളാണ് ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്ത് വെച്ച് കൊള്ളയടിക്കപ്പെട്ടത്. 24 ട്രക്കുകൾക്ക് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിലും ഒരു ട്രക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത്. മധുരപ്രേമികളുടെ ഇഷ്ടവിഭവമാണ് മൈസൂർ പാക്ക്. എന്നാൽ ഇനി മുതൽ മൈസൂർ പാക്ക് എന്ന് വിളിക്കാൻ പാടില്ല, പകരം മൈസൂർ ശ്രീ എന്ന് വിളിക്കണം. ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് ജയ്പൂരിലെ വ്യാപാരികൾ മൈസൂർ പാക്കിന്റെ പേര് മാറ്റിയത്. സത്യത്തിൽ ഈ പലഹാരത്തിന് പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഒരു വസ്തുത. സംസ്കൃതത്തിൽ പാക്ക് എന്നാൽ മധുരം എന്നാണ് അർത്ഥം. എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിക്കുന്നത് മൈസൂർ പാക്കാണ്, മൈസൂർ ശ്രീ ആണ്. ഏപ്രിൽ 24-ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി പാക് വ്യോമാതിർത്തി അടച്ചിരുന്നു. അതേസമയം തന്നെ ഇന്ത്യയും ദിവസങ്ങൾക്ക് ശേഷം സമാനമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും വ്യോമാതിർത്തി വിലക്ക് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 24 പുലർച്ചെ വരെ ഇന്ത്യൻ വിമാന കമ്പനികളോ ഓപ്പറേറ്റർമാരോ നടത്തുന്ന ഒരു വിമാനത്തെയും പാക് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പാക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തിരിച്ചും പാക് വിമാനങ്ങൾക്കുള്ള വ്യോമാതിർത്തി നിരോധനം ജൂൺ 23 വരെ നീട്ടിയതായി ഇന്ത്യയും വ്യക്തമാക്കി.